നിർദ്ദേശിക്കാം, സ്വയം വേണമെങ്കിലും പറയാം. ലോക്സഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് 27-ാം വാർഡിലെ കൗൺസിലർ സിന്ധു അനിലിന്റെ പേരെയാണ് നിർദ്ദേശിക്കുന്നത്. സിന്ധു അനിലിന്റെ പേര് പിന്താങ്ങുന്നു. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു അനിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി. സത്യം പറഞ്ഞാൽ സിന്ധു അനിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സിന്ധു അനിലിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ. സിന്ധുവിന്റെ ഭർത്താവ് ശ്രീ അനിൽ മണ്ണിൽ നിര്യാതനായതിനെ തുടർന്ന് ആ ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം ആ വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥി ആരാകണം എന്ന് ചിന്തിച്ചപ്പോൾ ഞാനും പ്രിയപ്പെട്ട ശ്രീ ജാസിൻകുട്ടിയും UDF കൗൺസിൽ അംഗങ്ങളും എല്ലാം ആദ്യം സിന്ധുവിന്റെ വീട്ടിൽ പോയി. പക്ഷെ സിന്ധു ആദ്യം സമ്മതിച്ചില്ല. ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, രാഷ്ട്രീയത്തിലില്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ നിരവധി തവണ പോയി കണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധു പിന്നീട് സമ്മതിച്ചത്. അന്ന് തുടങ്ങിയ ആ ഇലക്ഷൻ വിജയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.